പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ ഹിയറിംഗിൽ നിരുത്തരവാദപരമായ സമീപനമാണ് ഉണ്ടായതെന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മതിയായ ചികിത്സ കിട്ടാതെ മരിച്ച വേണുവിന്റെ ഭാര്യ സിന്ധു പറഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് കമ്മീഷൻ ഹിയറിംഗ് നടത്തിയത്. ചികിത്സാ പിഴവ് സംഭവിച്ചെന്ന് ഇവർ ഭാഗികമായി സമ്മതിച്ചതായും സിന്ധു ചൂണ്ടിക്കാട്ടി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മതിയായ ചികിത്സ കിട്ടാതെ മരിച്ച വേണുവിന്റെ ഭാര്യ സിന്ധുവുമായുള്ള ഹിയറിംഗ് കഴിഞ്ഞ ദിവസമാണ് കൊല്ലത്ത് നടന്നത്. പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ ഹിയറിംഗിൽ നിരുത്തരവാദപരമായ സമീപനമാണ് ഉണ്ടായതെന്ന് സിന്ധു പറഞ്ഞു. ഒരു മനുഷ്യന്റെ ജീവൻ രക്ഷിക്കണമെങ്കിൽ എന്തിന് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി എന്ന് ഹിയറിംഗിൽ മുതിർന്ന ഉദ്യോഗസ്ഥൻ ചോദിച്ചു. ഇത് ഏറെ വേദനയുണ്ടാക്കിയതായും സിന്ധു ചൂണ്ടിക്കാട്ടുന്നു. ആ ഒരു സാറ് എന്നോട് ചോദിച്ചത്, അതായത് ഒരു ജീവൻ രക്ഷിക്കണമെങ്കിൽ എന്തിനു വേണ്ടി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി എന്നാണ്. അതായത് ഒരു ഗവൺമെൻറ് വിഭാഗത്തിൽ ജോലി ചെയ്ത് റിട്ടയർഡ് ചെയ്ത ഒരു വ്യക്തി പോലും എന്നോട് ആദ്യമേ ചോദിച്ച ചോദ്യം ഇങ്ങനെയായിരുന്നു: ഒരു മനുഷ്യൻ്റെ ജീവൻ രക്ഷിക്കാൻ എന്തിനു വേണ്ടിയിട്ട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി എന്നാണ് എന്നോട് ചോദിച്ചത്. എനിക്ക് ഏറ്റവും വേദന തോന്നിയ ഒരു ചോദ്യമായിരുന്നു അത്. അതുപോലെ തന്നെ മെഡിക്കൽ വിഭാഗത്തിൽ നിന്ന് അവർ രാവിലെ വന്നിട്ട് അവരുടെ എല്ലാ രേഖകളും അവിടെ ഏൽപ്പിച്ചിട്ട് അവർ പോവുകയും ചെയ്തു. ഭാഗികമായി ചികിത്സാ പിഴവ് സംഭവിച്ചെന്നും ഇവർ സമ്മതിക്കുന്നുണ്ട്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ധാരാളം കുറവുകളുണ്ടെന്നും ഡോക്ടേഴ്സിനും ജീവനക്കാർക്കും സ്കിൽ വർക്ക് കൊടുക്കണമെന്നും കൗൺസിലിംഗ് നൽകണമെന്നുമുള്ള നിർദ്ദേശമാണ് ഹിയറിംഗിൽ ഉണ്ടായതെന്നും സിന്ധു ചൂണ്ടിക്കാട്ടി. ഒരു കുടുംബത്തിന്റെ നഷ്ടമല്ല അവരവിടെ നോക്കുന്നത്. ഇപ്പോഴും അതായത് ആ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് എന്ത് ചെയ്യണം എന്നുള്ളതൊന്നും അതിനകത്തില്ല. ഇങ്ങനെ ഒരു സംഭവിച്ചു, ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ ഇത്ര കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് ചെയ്തു തരണം എന്നുള്ള സജഷൻസ് ആണ് ഞാൻ വായിച്ചതെന്ന് എനിക്ക് മനസ്സിലായത്. അതിനകത്ത് കുടുംബത്തിനുണ്ടായ നഷ്ടത്തെക്കുറിച്ച് ആർക്കും തന്നെ ഒന്നും പറയാനില്ലായിരുന്നു. ഒരു മനുഷ്യൻ മരിച്ചു എന്ന കാരണത്താൽ ആർക്കെതിരെ കേസെടുക്കും എന്ന ചോദ്യവും ഉയർന്നു. ഒരു മനുഷ്യൻ മരണപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ആർക്കെതിരെ നമ്മൾ കേസെടുക്കും എന്നാണ് എന്നോട് ചോദിക്കുന്നത്. അതായത് വിദ്യാഭ്യാസ വകുപ്പ് എല്ലാവരും ഉൾപ്പെടുന്ന ഒരിതാണ്. അതുകൊണ്ട് നമുക്ക് ഒരു വ്യക്തിയുടെ പേർക്ക് നമുക്ക് കേസെടുക്കാൻ പറ്റത്തില്ല. എന്തായാലും ഞാൻ ഈ റിപ്പോർട്ട് വായിച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ പറയാം എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ പറഞ്ഞു വിട്ടത്. എനിക്ക് തോന്നുന്നു വേണുണ്ണൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു മനുഷ്യന് പട്ടിയുടെ വില പോലും തരുന്നില്ലെന്ന് പറഞ്ഞത് വീണ്ടും അവ ആവർത്തിക്കുക. ഞാൻ ഓരോ ഇതിൽ ചെല്ലുമ്പോഴും എനിക്ക് ആ ഒരു ഇത് തോന്നുന്നുണ്ട്. ഇപ്പോൾ ഇത് മരണപ്പെട്ടിട്ട് കഴിഞ്ഞ 5-ാം തീയതി ആയപ്പോഴും 2 മാസമായി. ഇതുവരെ ഞാനോ എൻ്റെ കുടുംബമോ എങ്ങനെയാണ് കഴിയുന്നപ്പോഴും ഇതുവരെ ഒരു വ്യക്തികൾ പോലും തിരക്കിയിട്ടില്ല എന്നുള്ളതാണ്. സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് പോലും ഒരു വിളി ഇതുവരെ വന്നിട്ടില്ല. നവംബർ 5-നാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ കിട്ടാതെ പന്മന സ്വദേശിയായ ഓട്ടോറിക്ഷ ഡ്രൈവർ വേണു മരിച്ചത്. ന്യൂസ് ബ്യൂറോ, ചവറ.